എല്ലാം റെഡിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതാക്കാൻ ഓയിലില്ല. അയ്യോ, നെയ്യ് ഒഴിച്ചിട്ടാക്കിയാൽ നമുക്ക് പ്രശ്നമാവോ? വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സംഭവം സെറ്റാക്കാം. അപ്പോൾ നമുക്ക് കെറ്റിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വാങ്ങിയിട്ട് കുറേ കാലമായാലും യൂസൊന്നും ഉണ്ടായിട്ട് ഇപ്പം ശരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇല്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാക്കാം. ദൈവേ ചത്തു കൊണ്ട് കാത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി ഫസ്റ്റ് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കെറ്റിൽ ഓണാക്കണം. അപ്പോൾ നമുക്ക് കെറ്റിൽ ഓണാക്കാം. ഈശ്വരന്മാരെ കാത്തോളേ. അപ്പോൾ ഈ കെറ്റിൻ്റെ ഉള്ളിൽ ഒന്നും വെക്കാണ്ട് ഓണാക്കി അത് സംഭവിക്കുമോ? പൊട്ടിത്തെറിക്കുമോ? ആക്ച്വലി ഈ കെറ്റിൽ ഞാൻ ഇതേപോലത്തെ സാധനം ഇതുവരെ ആക്കിയിട്ടില്ല. ഓട്സ് മാത്രമേ ആക്കൂ, ഓട്സും ചൂടുവെള്ളം മാത്രമേ ആക്കുള്ളൂ. ഫസ്റ്റ് ടൈം എൻ്റെ ഗതികോടുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ആക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ നീളവും തേക്കില്ല, അത് ഭയങ്കര കഷ്ടമാണ്. അത് ഇതാണ് ഞാൻ മനക്കി തീർന്നു. ഇന്നൊരു ദിവസം കൂടെ എത്തിക്കാൻ പറ്റും തോന്നുന്നു. നോക്കാം. ഷോ പൊട്ടിത്തെറിക്കാൻ നോക്കണേ. ഇതിലൊന്നും ഇല്ലേ? ഓക്കെ, കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കും. അച്ഛനെ വരുന്നുണ്ടോ? പൈക്കോ. അതെ, പാത്രത്തിൻ്റെ എന്തോ സാധനം പിടിച്ചിട്ടാണെന്ന് അറിയില്ല. നോക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് ഉള്ളിയായിട്ട് ഇടണം. ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടി എന്തോ ആയിട്ടോ. അയ്യോ, ഇവിടെ ഒരു ഗ്യാപ്പെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇതെന്താ ചെയ്യപ്പോൾ? ഇങ്ങനെ പിടിച്ചാൽ നിൽക്കുമോ ഇത്? ഞാൻ അപ്പുറത്താത്ത മന്തിയാലോ. അറിയാത്ത കണക്കൊന്നും നിൽക്കാൻ പാടില്ല. കിട്ടിയ എന്നിട്ട് മിണ്ടാണ്ട് കൂടണം എന്ന് പറയുന്നു. മനസ്സിലായോ? വയറ്റിളക്കൊന്നും വരുമല്ലായിരിക്കും ഈ നെയ്യിട്ടാൽ. സാരില്ല, നമുക്ക് നോക്കാം. അയ്യോ, ഒരു ഫ്ലോയിൽ ഞാൻ പറകി എല്ലാം കൂടി ഇട്ടല്ല. ഇതൊക്കെ എന്തൊക്കെയാവോ? അയ്യോ, ഇത് അടിയിൽ നിന്ന് ഇളക്കി വന്നു കേട്ടോ. എനിക്കിത് അങ്ങനെ തന്നെ അടച്ചിട്ട് കുറച്ച് നോക്കാം. മേ ബി അന്നേരം ചിലപ്പോൾ വേവും. നമുക്ക് കുറച്ച് അങ്ങനെ തന്നെ വെക്കാം. എന്നാലും ഞാൻ അടുപ്പിപ്പോൾ ഓഫാക്കി വെച്ചിട്ടല്ലേ, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായത് വീട്ട്. ഇപ്പോൾ ഓഫാക്കി ഓണാക്കി ഞാൻ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതിങ്ങനെ അടച്ചു വെക്കും, കുറച്ച് നേരം തുറന്നു നോക്കും, കുറച്ച് നേരം ആദ്യം അടക്കും. ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്താവും എന്തോ കരിഞ്ഞ മണെല്ലാം വരുന്നുണ്ട് ചെറുതായിട്ട്. നല്ല സാറില്ല. നമുക്ക് ഇതിലേക്ക് ഇനി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എല്ലാം വെവാവും. അയ്യോ, ടൊമാറ്റോ. ടൊമാറ്റോ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം പോലെ. മതി, നമുക്കിത് അടച്ച് വെച്ചിട്ട് എല്ലാം കൊളായി പോകും. ഓക്കെ, നമുക്ക് അടച്ചു നോക്കാം. സ്വിച്ചെല്ലാം ഞാൻ ഓഫാക്കി. ഇനി ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അതുവരേക്കും ഇതിങ്ങനെ തന്നെ അടച്ച് ഇങ്ങനെ തന്നെ ഭദ്രാക്കി വെക്കാം. നമുക്ക് മേ ബി അങ്ങനെ അടച്ചു വെക്കും. കുറച്ച് വെന്താലോ. പറകിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ട് നാളത്തേക്ക് ചാവും ദൈവത്തിന് അറിയാം. എന്തായാലും നമ്മൊരു ഫ്രഷ് ആയിട്ട് എൻ്റെ ഫുഡേക്ക് വേഗം കിടന്നു തുടങ്ങും. അത്രയും വേണ്ട എനിക്ക്. ബൈ 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 ബൈ. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു. ഇതൊക്കെയുള്ള സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ചടിക്കെല്ലാം പിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ആയിട്ടാണ് തോന്നുന്നു. നോക്കാം. കണ്ടോ? കണ്ടോ? ഇത് ഞാൻ പറഞ്ഞ അടിക്ക് പിടിച്ച സംഭവം. ഓക്കെ, നമുക്ക് നമ്മുടെ സാധനം പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി നമ്മളെ ചപ്പാത്തി, നമ്മളെ കറിയല്ല, ഒരു ചിക്കൻ ഇല്ലാത്ത ചില്ലി പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കഴിച്ചപ്പോട്ട് നല്ല വിശപ്പുണ്ട്. ഉച്ചക്കും കുറച്ച് വെച്ചിട്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞില്ല, രണ്ടായിരുന്നു. ആരിട്ടൊരു കാര്യം പറയാം, അടിപൊളി. രസനോട് തോന്നിയാന്ന് അറിയാം. രസനോട് തോന്നിയല്ല, പ്രശ്നം ഞാൻ തന്നെ പറയാം.
ഉള്ളി ശരിക്കും വന്നിട്ട, അറങ്ങി ശരിക്കും വന്നിട്ട, ടൊമാറ്റോ ശരിക്കും വന്നിട്ട. പക്ഷേങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് കുറച്ച് എന്താ പറയുക, ഒരു ചില്ലിലെല്ലാം ഉണ്ടാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ളത്. ചപ്പാത്തിയുടെ കൊടുത്തുള്ള സൂപ്പർ ടേസ്റ്റ്. ഇപ്പോൾ പറഞ്ഞിപ്പൊടിയിലാണ് കറിയിലാക്കാമല്ലേ. ഓക്കെ ഓക്കെ. ഞാനത് ആകെ ഉപ്പ് നെയ്യ് ഒഴിച്ചത്, അതാണ് ഇപ്പോൾ ചെറിയ പേര്. നാളത്തേക്ക് വല്ല ഫുഡ് പോയ്സൺ വരുമോ അപ്പം എന്തായാലും നോക്കാം. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ തിന്ന് തീർക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.